ഹലോ. അങ്ങനെ ഇതാ ഇന്ന് നോമ്പ് 4 അതാണെങ്കിൽ ഒരു ഞായറാഴ്ചയും. അപ്പം നമുക്കൊന്ന് കുറച്ച് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയാലോ? അപ്പം നമുക്ക് ആദ്യം തന്നെ ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇന്ന് ഫ്രൈ ചെയ്തിട്ടുള്ള ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്, ദം ബിരിയാണി. പിന്നെ ഞാൻ നെയ്ച്ചോറൊന്ന് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പം ഇതേ കുക്കറിൽ പിന്നെ അതിന് മസാല വാട്ടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. കുക്കറിലാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ മതി, അതാണ് ഞാൻ കുക്കറിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ മസാലയൊക്കെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ എത്രയോ വട്ടം എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. ബിരിയാണി മസാല ഒന്ന് റെഡി ആകുമ്പോഴേക്കും നമുക്ക് സമൂസയൊക്കെ ഒന്ന് റോൾ ചെയ്തെടുക്കട്ടോ. ഇന്ന് സ്നാക്സിന് വേണ്ടി സമൂസയാണ്. പിന്നെ അതാ നമ്മൾ ബിരിയാണി ദമ്മിടാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇതേപോലെ ഒരു വാഴയിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിലോട്ട് ചോറ് തട്ടി കൊടുത്താൽ മതി. പിന്നെ അതാ ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ക്യാഷ്യൂനട്ട് കിസ്മിസും മല്ലിച്ചപ്പൊക്കെ അതിൻ്റെ മേലെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇട്ട് കൊടുത്ത്, പിന്നെ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് ബിരിയാണി മസാലയും കൂടി അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് നന്നായിട്ട് കുക്കർ മൂടി വെക്കട്ടോ. ഇനി അടുത്ത് നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാം. ഇന്ന് പൈനാപ്പിളാണ്. പിന്നെ അതായത് സ്പെഷ്യലായിട്ട് നമ്മൾ പാൽവായൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പാൽവായൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. മുൻപേ എന്നോട് വീഡിയോ എടുക്കാൻ മറന്നുപോയി. പിന്നെ അത് ആ ബാങ്ക് കൊടുക്കാനുള്ള ടൈമായപ്പോൾ ഞാൻ എന്താ സമൂസയൊക്കെ ഒന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട്. ചൂടോടുകൂടി പൊരിക്കുമ്പോൾ അല്ലേ രസം. അപ്പോൾ അതാ നമ്മൾ ബിരിയാണിയൊക്കെ ഒന്ന് ദമ്മ് പൊട്ടിക്കുക. ബിരിയാണി നല്ല സെറ്റായി അടിപൊളിയായി വന്നിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മളെ ബിരിയാണി മസാലേൻ്റെ ഒരു ലുക്ക് എന്ന് പറയുന്നത്. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ അതാ എല്ലാം ടേബിളിൽ കൊണ്ടുപോയി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മളെ നോമ്പ് 4 നോമ്പ് തുറ വിഭവങ്ങൾ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻസൊക്കെ അറിയിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നാളെ ഞാൻ ഇനിയും അടുത്ത നോമ്പിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.